നമ്മളെ ദുൽഖർ സൽമാൻ സിനിമകളുടെ അനേകം അപ്ഡേറ്റ്സുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ ജിനു അണ്ടർ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദുൽഖർ സൽമാൻ കാന്ത മൂവി പൂർത്തീകരിച്ചു. തമിഴിലാണ് ആ ഒരു സിനിമ ഒരുങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ദ ആകാശം ലോഗോ ഒക്കത്താര എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ പൂർത്തിയായി. ഈ ഒരു മൂവി തെലുങ്കിൽ നിന്നാണ് ഒരുങ്ങിയിട്ടുള്ളത്. സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ തീർന്നിട്ട് ഏകദേശം ഒരാഴ്ചയോളം ആയിട്ടുണ്ട്. സെക്കൻഡ് ഷെഡ്യൂൾ ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് ആദ്യം തുടങ്ങുമെന്നുള്ള അപ്ഡേറ്റ്സുകളായിരുന്നു വന്നിരുന്നത്. ഉടൻ തന്നെ സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂൾ ആരംഭിക്കും. അതുപോലെ ദുൽഖർ സൽമാനെ നായകനാക്കിയിട്ട് നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന സിനിമ DQ40 എന്ന് പറയുന്ന സിനിമ, ആ ഒരു മൂവി മാർച്ച് പകുതിയോട് കൂടെ സിനിമയുടെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ഹൈദരാബാദിൽ ആരംഭിക്കും എന്നുള്ള അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. പൂജയും കാര്യങ്ങളെല്ലാം ചടങ്ങുകളെല്ലാം ഹൈദരാബാദിൽ തന്നെയാണ് ചിത്രത്തിൻ്റെതായിട്ട് നടക്കുക. ദുൽഖർ സൽമാന്റെ തമിഴിൽ നിന്നും ഒരുങ്ങിയിട്ടുള്ള കാന്ത എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം തീർന്നിട്ട് അനേകം ദിവസങ്ങളായിട്ടുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമ്മളെല്ലാവരും കണ്ടതാണ്. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ ആയിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നത്. ചിത്രത്തിന്റെ ടീസറും അതോടൊപ്പം തന്നെ റിലീസ് ഡേറ്റും ഉടൻ തന്നെ പുറത്തു വരും എന്നുള്ള അപ്ഡേറ്റ്സ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. മെയ് മാസം ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴിൽ നിന്നാണ് ഈ ഒരു സിനിമ വരുന്നതെങ്കിലും 4ഓളം ലാംഗ്വേജിൽ ഈ ഒരു സിനിമ റിലീസ് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. DQന്റെ സിനിമകളെല്ലാം ഇപ്പോൾ അങ്ങനെയാണ്. മലയാളം അല്ലെങ്കിൽ ഒരു സിംഗിൾ ലാംഗ്വേജിൽ മാത്രമായിട്ട് ഒരു സിനിമ ഇപ്പോൾ വരുന്നില്ല. അനേകം ലാംഗ്വേജിലായിട്ട് പാൻ ഇന്ത്യൻ സിനിമകളാണ് വരുന്നത്. അദ്ദേഹം ഇതിനോടകം തന്നെ പാൻ ഇന്ത്യ ലെവൽ റീച്ച് ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അത്തരത്തിൽ DQ സിനിമകൾ പാൻ ഇന്ത്യൻ റിലീസായിട്ട് അനേകം ലാംഗ്വേജിൽ ഒരേ സമയം റിലീസ് ചെയ്യുന്നത്. അതിനുള്ള വലിയ വിജയം കൈവരിച്ച ഉദാഹരണങ്ങളാണ് ലക്കി ഭാസ്കറും അതിന്റെ മുന്നേ തിയേറ്ററിലെത്തിയ DQന്റെ തന്നെ സീതാരാമം എന്ന് പറയുന്ന ചിത്രവും. അതേപോലെയുള്ള ഒരു ബിസിനസ് വൈസ് കാര്യങ്ങളെല്ലാം ലക്ഷ്യമിട്ടിട്ട് തന്നെയാണ് DQന്റെ പുതിയ സിനിമകളെല്ലാം അണിയറയിൽ ഒരുങ്ങുന്നത്. ദുൽഖർ സൽമാന്റെ 4 സിനിമകളാണ് ഈ ഒരു വർഷം തിയേറ്ററിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഒന്ന് കാന്ത എന്ന് പറയുന്ന ചിത്രം, മറ്റൊന്ന് ആകാശം ലോഗോ ഒക്കത്താര എന്ന് പറയുന്ന മൂവി, മറ്റൊന്നത് DQ40 എന്ന് പറയുന്ന ചിത്രം. മേ ബി റിലീസ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് ക്രിസ്മസ് റിലീസായിട്ട് ഡിസംബറിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ 2026 ഫസ്റ്റിലേക്കും റിലീസ് ഡേറ്റ് എത്താനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ വേഫർ ഫിലിംസിന്റെ ബാനറിൽ നസ്ലിനെ നായകനാക്കിയിട്ട് ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന ചിത്രം ഈ വർഷം തിയേറ്ററിൽ എത്തും. ആ ഒരു ചിത്രത്തിൽ ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ് എല്ലാം ക്യാമിയോ റോളിലും എത്തുന്നുണ്ട്. ദുൽഖർ സൽമാൻ ചിത്രങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ പുറത്തു വരാനിരിക്കുകയാണ്. പുറത്ത് വന്ന അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഇപ്പോൾ നാം പറഞ്ഞു കഴിഞ്ഞത്. കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം വന്നാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ ജിനു അണ്ടർ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.